നിങ്ങളുടെയോ നിങ്ങൾക്കറിയാവുന്നതോ ആയ കുട്ടികൾ വായിലൂടെ ശ്വാസം എടുക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. ഈ അവസ്ഥയെ ഡോക്ടേഴ്സ് മൗത്ത് ബ്രീത്തിങ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിക്കാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ? മുകളിലെ ശ്വാസധാരണത്തിൻ്റെ തടസ്സം മൂലം മൂക്കിലുണ്ടാവുന്ന ബ്ലോക്കേജസ്, മൂക്കിലുണ്ടാവുന്ന വളവ്, കോൾഡ്, ഫ്ലൂ, അലർജി തുടങ്ങിയവയും വലുതായ അഡിനോയിഡ്സ് കാരണവും കുട്ടിയെ ഭാഗികമായോ പൂർണ്ണമായോ വായിലൂടെ ശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് നമുക്ക് കാണിച്ചു തരുന്ന സൂചനകൾ: ഉമിനീർ ഒലിക്കുക, രാത്രിയിൽ കൂർക്കം വലിക്കുക, ഉന്തിയ പല്ലുകൾ, വായിലൂടെ ശ്വസിക്കുമ്പോൾ അത് മുഖത്തിൻ്റെ എല്ലിൻ്റെ വളർച്ചയെ ബാധിക്കുന്നു. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ (OSA) എന്നത് ഉറക്കവുമായി ബന്ധപ്പെട്ട ഏറ്റവും സാധാരണമായ ശ്വസന വൈകല്യമാണ്. ഇത് ഉറക്കത്തിൽ ശ്വസനം കുറയുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്ന മുകളിലെ ശ്വാസനാളത്തിൻ്റെ പൂർണ്ണമായോ ഭാഗികമായോ തടസ്സത്തിൻ്റെ ആവർത്തിച്ചുള്ള എപ്പിസോഡുകളാണ്. ഏത് സാഹചര്യത്തിലും രക്തത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ കുറയുകയോ ഉറക്കത്തിലെ തടസ്സം അല്ലെങ്കിൽ രണ്ടും കാരണമാവാം. ഉറക്കത്തിൽ ഉയർന്ന തോതിലുള്ള ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ ഹൈപ്പോപ്നിയകൾ ഉറക്കത്തിൻ്റെ ഗുണനിലവാരത്തെ തടസ്സപ്പെടുത്തിയേക്കാം. ഇത് രക്തത്തിലെ ഓക്സിജനിലെ അസ്വസ്ഥതകളുമായി സംയോജിച്ച് ആരോഗ്യത്തിനും ജീവിത നിലവാരത്തിനും പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നു. നിങ്ങളുടെ കുട്ടികളിൽ അത്തരമൊരു സവിശേഷതകൾ കാണുകയാണെങ്കിൽ ആദ്യം ഒരു പീഡിയോഡോണ്ടിസ്റ്റിനെയോ പീഡിയാട്രീഷ്യനെയോ സമീപിക്കേണ്ടതാണ്. അവർ മുഖാന്തരം ഒരു ENT സർജനെ സമീപിക്കേണ്ടതാണ്. അഡിനോയിഡ്സ്, നാസൽ പോളിപ്സ്, ടോൺസിൽസ് എന്നിവയുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ തേടുക. ശേഷം ഡെന്റിസ്റ്റ് വായു തുറന്നുറങ്ങാതിരിക്കാനുള്ള ഉപകരണമായ ഓറൽ സ്ക്രീൻ നൽകുന്നതാണ്. തുടർന്ന് മയോ ഫങ്ഷണൽ അപ്ലയൻസുകൾ നൽകി ചികിത്സ പൂർത്തീകരിക്കുന്നതാണ്.